Hi and welcome back to my channel Nimmy Arungopan. So, എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാ, ഞാൻ ഇന്നൊരു മേക്കപ്പ് ലുക്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ മേക്കപ്പ് ചാലഞ്ച്. നമ്മൾ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ നിന്നായാലും പുറത്തുനിന്നായാലും ഏറ്റുവാങ്ങുന്ന ഒരു കളിയാക്കലാണ്, ഈ പെണ്ണിനെ കൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല, എത്ര നേരം ഒരുങ്ങാൻ എടുക്കുന്നതെന്ന്. അതൊക്കെ തെറ്റാണെന്ന് നമ്മുടെ പല പല യൂട്യൂബേഴ്സും തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് 10 minute മേക്കപ്പ് ചാലഞ്ചസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. സോ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയില്ല ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സാധാരണ ഞാൻ ചാനൽ ഷോസ് ലൈവിനൊക്കെ ലേറ്റ് ആയിട്ട് എത്തുമ്പോണ്ടല്ലോ, ആരോടും പറയണ്ട, പെട്ടെന്ന് ചാട്ടപ്പടയുന്ന മേക്കപ്പ് റൂമിൽ മേക്കപ്പ് ചെയ്യാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിൽ താഴേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇരുന്നത് ഞാൻ. അപ്പൊ എന്തായാലും ഇതാണ് ഈ ഒരു ലുക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സോ റെഡിയാണോ എന്റെ കൂടെ 10 മിനിറ്റ് ചാലഞ്ചിന്, മേക്കപ്പ് ചാലഞ്ചിന്? യെസ്, നമുക്ക് തുടങ്ങാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണേ. നിമ്മി അരുൺഗോപൻ ലൈവ്. ആൻഡ് കുഞ്ഞുട്ടൻ്റെ വേണ്ട ആര്യൻ ഗോപൻ, ബേബി ആര്യൻ, അവൻ എന്നെ ചെവിക്ക് പിടിക്കും വലുതാവുമ്പോൾ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കണ്ണൻ ഇവിടെ ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്നിപ്പോ വീഡിയോയിൽ ഇല്ലാത്തത്. ഇല്ലെങ്കിൽ അവന്റെ എന്റെ 10 minute ചാലഞ്ച് ആവും മിക്കവാറും 30 minute ചാലഞ്ച് ആക്കി തന്നേരെ. അപ്പൊ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പതിവ് പോലെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഫേസ് ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഡെർമാവൈവിന്റെ ഒരു ക്ലെൻസർ ആണ്. ഓട്ട്മീൽ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് pH ബാലൻസ്ഡ് ആണ്. എല്ലാവിധ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജസ്. അതുപോലെ ഞാൻ വേറൊരു സാധനം കാണിച്ചിടാം. ഡെർമാവൈവിന്റെ തന്നെ ഒരു മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. ഇത് ഡ്രൈ സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓട്ട്മീൽ തന്നെയാണ് കേട്ടോ. pH ബാലൻസ്ഡ് ആണ്. എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാം ധൈര്യമായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് ഷേവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായാലും ബോയ്സിനായാലും ഗേൾസിനായാലും ഒക്കെ യൂസ് ചെയ്യാം. ഇച്ചി സ്കിൻ കണ്ടീഷനൊക്കെ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ റിയലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ല ഒരു മോയ്സ്ചറൈസിംഗ് ലോഷനാണത്. ആൻഡ് ഐ യൂസ് ഇറ്റ് ഫോർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഫുൾ ബോഡി മോയ്സ്ചറൈസർ ഒക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യും. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ. ഞാൻ ഇനി ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഹൈഡ്രേറ്റ് യുവർ ഫേസ് ബിഫോർ അപ്ലൈങ് മേക്കപ്പ്. അപ്പോൾ ഞാൻ എന്നിടുന്ന ന്യൂട്രിഡേമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ്. ഇത് സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇതിന് വൈറ്റമിൻ ഇ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ്. ഇത് ഞാൻ പ്രൈമർ ആയിട്ട് കൂടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഈ 3 പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ഔട്ട് ചെയ്തോളൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. Starting with my primer. ആണ്. ഇത് നല്ലപോലെ പ്രീ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഇടുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കും. ആൻഡ് ഞാൻ കൺസീലറാണ് ഫൗണ്ടേഷൻ കൂടെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നവഡേയ്സ് ഞാൻ ഫൗണ്ടേഷൻ തീരെ യൂസ് ചെയ്യാറില്ല. ഐ എം വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ദിസ് വൺ. ഇത് മാക്കിൻ്റെ NC43 ഷെയ്ഡിൽ വരുന്ന കൺസീലറാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫേസ് കൺസീൽ ചെയ്യാം. എന്നിട്ട് മോർ വേണമെങ്കിൽ ലെറ്റ്സ് അപ്ലൈ. ഓക്കെ, ഞാൻ ആക്ച്വലി ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ മാത്രമാണ് ഇച്ചിരി അധികം സമയം എടുക്കാറുള്ളത്. ബാക്കി എൻ്റെ എല്ലാ മേക്കപ്പ് സ്റ്റെപ്സും നല്ല ഫാസ്റ്റാണ്. ജസ്റ്റ് ഒരു ബേസിക് മേക്കപ്പ് ആണ് കേട്ടോ, നോട്ട് ദാറ്റ് ഹെവി വൻ സംഭവം പാർട്ടി മേക്കപ്പ് ലുക്കൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഷൂട്ടിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ലുക്കാണ്. ഇതേ ന്യൂ മോം സ്പെഷ്യൽ. നമുക്ക് അണ്ടർ ഐ പാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ബ്രഷ് ഒന്ന് ആടുന്നുണ്ട്. മിക്കവാറും ഇത് ആടെ അകത്തേക്ക് വീഴും. ഇപ്പം തന്നെ ആടണോ ബ്രഷേ? നല്ല ടൈമാണ്. എനിക്കിന്നെന്തോ നല്ല ദിവസമാണ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, നമ്മൾ തളരില്ല. ഇങ്ങനെ കൂടുതൽ
ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു കേക്കി ലുക്ക് ആക്കാൻ വലിയ താല്പര്യമില്ല, ഒരു നോർമൽ ലുക്കൊക്കെ ആണെങ്കിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കൺസീലർ ഫൗണ്ടേഷൻ ഒറ്റ സാധനമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഐ തിങ്ക് ഓൾ ഡൺ. നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്തു. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം ജെൽ ലൈനറാണ് ഞാനിന്ന്, ഐ മീൻ ജെൽ ആയിട്ടുള്ള ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ 734. നെക്സ്റ്റ് നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഇതിലൊരു ഷെയ്ഡാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. ഒരു കോമൺ ഷെയ്ഡ് എടുത്തിട്ട് നമുക്കിടാം. ഇത് മെയിനായിട്ട് കണ്ണിനൊരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. My kajal.
ഫേവറേറ്റ് സ്റ്റെപ്സ് ആണ്. സമയമുണ്ടെങ്കിൽ ഹൈലൈറ്റർ ഇടാം. സമയമുണ്ടോ? 2 more minutes. ഓക്കെ, അപ്പം ഹുദയുടെ ഹൈലൈറ്റർ ആണ്. ടച്ചപ്പ് വേണമെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് പൗഡർ. എവിടെയെങ്കിലും എനിക്കൊരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പൗഡർ അപ്ലൈ ചെയ്യും. ലാസ്റ്റ് ഒരു സ്പ്രേ. എത്ര സമയമായി? ചുമ്മാ കള്ളം പറഞ്ഞാണ് എന്നോട് സമയം. നമുക്ക് ഇനിയും 1 മിനിറ്റ് ബാക്കിയുള്ളതാണ് ഗോപു പറയുന്നത്. അപ്പൊ ഞാൻ ഒന്ന് ഇവിടെ ഇരുന്നിട്ട് അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. കണ്ടോ, ഇപ്പൊ മനസ്സിലായോ പുതിയ മോംസിനൊക്കെ ഞാൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മേക്കപ്പ് ഇട്ട് റെഡി ആവുന്ന ഷൂട്ടിനൊക്കെ എന്ന്. ഇനി 10 മിനിറ്റ് തന്നെ വേണ്ട ചില സമയത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞു ഉറങ്ങുന്ന സമയമൊക്കെ നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പതുക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് സാധാരണ ഞാൻ വീഡിയോ ഒക്കെ ഉറക്കെ സംസാരിക്കും. ഇവിടെ ഇപ്പോൾ സമയം 1:30 ആവാൻ പോകുന്നു രാത്രി. രാവിലെ 1:30 AM കുഞ്ഞു ഉറങ്ങാണ്. ആ സമയത്താണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം അവൻ എണീറ്റിട്ട് പിന്നെ അവൻ എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ അവൻ കംഫർട്ടബിൾ ആവില്ല. അപ്പം ഞാൻ കംഫർട്ടബിൾ ആവില്ല. അത്രയേ ഉള്ളൂ. എനിവേസ് നമ്മൾ ബിഫോർ ടൈം നമ്മളുടെ ചാലഞ്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ദി ലുക്ക്. ഇതൊക്കെ മതി ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടിന് ഇരിക്കാനും, അല്ലെങ്കിൽ ഡീസെന്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ഔട്ടിങ്ങിന് പോകാനും. ഇനി നമ്മളുടെ ഈ ഒരു പാൻഡമിക് ഒക്കെ കഴിഞ്ഞ് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ഒരു കോഫി ഒക്കെ കഴിക്കാൻ പോകുമ്പോഴായാലും ഒരു എവറി ഡേ ഞാൻ അപ്പിന് മുന്നേ തീർത്തു. അപ്പാണ് അത്ര അപ്പ്. അപ്പം ഒരു എവറി ഡേ മേക്കപ്പ് ആയിട്ടും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ആയാലും ഇല്ലെങ്കിൽ എന്തെങ്കിലും കോഫി ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ആയാലും നിങ്ങൾക്ക് നല്ല ധൈര്യമായിട്ട് ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒന്നിനും സമയമില്ല എന്നൊന്നും പറയണ്ട. മേക്കപ്പ് ചെയ്തിട്ട് സുന്ദരിയായിട്ടൊക്കെ നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. സെൽഫ് ലവ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇച്ചിരി സമയത്തിന് നിന്നാൽ മതി. ഭർത്താവിനോട് ഇനി പറഞ്ഞാൽ മതി 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതുപോലെ ലുക്കിൽ അങ്ങ് ഇറങ്ങി വരും. മുഖമൊക്കെ വൃത്തിയാക്കിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയണം എവിടെയെങ്കിലും പോകുമ്പോൾ. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് കൺസീലർ മാത്രമാണ് യൂസ് ചെയ്തത്. കൺസീലർ ഫൗണ്ടേഷൻ ആയിട്ട് ഞാനിപ്പോൾ മാക്കിൻ്റെ ഒരു NC43 ഷെയ്ഡുള്ള ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഒരു കേക്കി ലുക്ക് ഒരു താല്പര്യമില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോൾ മോർ ദാൻ ഇനഫ് ആണ്. ഒരു 1, 2, 3 ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ ഇത് മോർ ദാൻ ഇനഫ് ആണ്. സോ ഇറ്റ്സ് റിയലി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു കൺസീലർ. അപ്പോൾ അത്രയേ ഉള്ളൂ മൈ ഡിയേഴ്സ്. ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. നെക്സ്റ്റ് ഞങ്ങൾ വേറൊരു മേക്കപ്പ് ചാലഞ്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല കോമഡിയാണ്. അതെ, അത് കുറേ ആയി പറഞ്ഞു. പക്ഷെ എനിക്കിത് ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലുക്ക് ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും ബ്ലൈൻഡ് ഫോൾഡഡ് മേക്കപ്പ് ലുക്കിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ നോക്കുക അത് നന്നായിട്ടുണ്ടോ അതോ ഗോപു മൊത്തം കൊളാക്കിയിട്ടുണ്ടോ എന്ന്. ഐ കാൻറ്റ് വെയിറ്റ് ടു അപ്ലോഡ് ദാറ്റ് വീഡിയോ. സോ യു ആൾ ടേക്ക് കെയർ, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. ഒത്തിരി 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 സ്നേഹത്തോടെ ടാറ്റ ബൈ ബൈ പറയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ലവ് യു സോ മച്ച്. ബൈ. ബൈ പറയുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ. നമുക്ക് ഏകദേശം 150 എബവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാനായാലും ഗോപു ആയാലും കുഞ്ഞു ആയാലും നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി താങ്ക്ഫുൾ ആയിരിക്കും. ബിക്കോസ് യു ഗൈസ് ആർ അവർ സെക്കൻഡ് ഫാമിലി. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഞങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിമ്മി അരുൺഗോപൻ ലൈവ്. ആൻഡ് മോൻ്റെത് ബേബി ആര്യൻ ഗോപൻ സെർച്ച് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you in my next video. Ta-da!